കഴിഞ്ഞ ദിവസം എൻ്റെ അയൂബ് കയുടെ വൈഫ് സബ്രീനത്ത, ഷീസ് ഫ്രം അൾജീരിയ, അയൂബ് കയുടെ പെങ്ങളുടെ മകളുടെ കല്യാണത്തിന് എത്തിയപ്പോൾ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്തു പോയപ്പോൾ അയൂബ് കയോട് പറഞ്ഞത്രേ, അയൂബ്, ഈ നിങ്ങളുടെ രാജ്യം എന്തുകൊണ്ടാണ് ഈ ഫുട്ബോളിൽ ലോകകപ്പിലേക്ക് എത്താഞ്ഞത് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അയൂബ് കെ ചോദിച്ചാൽ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ ഗൗരവമായിട്ട് പറയുകയാണ്, അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെയുള്ള ആളുകളെല്ലാം ഫാൻ ക്ലബ്ബ് ഉണ്ടാക്കി കളിക്കുകയാണ്. അതുകൊണ്ട് മണ്ണിലിറങ്ങി കളിക്കാൻ അവർക്ക് സമയമില്ല. ഈ ക്ലബ്ബും ഫ്ലെക്സ് ബോർഡും വെച്ച് കളിക്കുന്ന കളി യഥാർത്ഥ ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടി അതിൻ്റെ സമയവും സന്ദർഭവും കാശും ഒക്കെ അതിനുവേണ്ടി ചിലവഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് 2-3 ലോകോത്തര ഫുട്ബോളറെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ലോകകപ്പിൽ യോഗ്യതയും നേടിയേനെ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനത് അയൂബ് കയോട് ചോദിച്ചു, ആ പറഞ്ഞതൊന്ന് അതുപോലെ ഒന്ന് റെക്കോർഡ് ചെയ്ത് തരാമെന്ന് ചോദിച്ചപ്പോൾ അവരങ്ങനെ ദൃശ്യമാധ്യമത്തിലൊന്നും വരുന്ന ഒരു നേച്ചറുള്ള ആളല്ല, അതുകൊണ്ടത് കിട്ടിയില്ല. പക്ഷേ ഇന്ന് രാവിലെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ കണ്ടപ്പോൾ ഈ സബ്രീനാത്ത പറഞ്ഞത് വളരെ സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നമുക്കിവിടെ യഥാർത്ഥത്തിലുള്ള ഫുട്ബോൾ കളി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തെടുക്കുക എന്നുള്ളതുമല്ല. ഈ ആരെങ്കിലുമൊക്കെ കളിക്കുമ്പോൾ ആ കളിക്കുന്നവനിൽ പക്ഷം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, അപഹസിക്കുക, ആക്രമിക്കുക, എന്താ പറയുന്നത്, ആശ്വാസം കൊള്ളുക. പിന്നെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പിഴപ്പെന്നൊരു വാക്കുണ്ടല്ലോ, അതിൻ്റെ ചില അക്ഷരം മാറ്റിയിടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് തീർക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട വിനോദങ്ങളാണ് അതിലുള്ളത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ആക്രമിക്കപ്പെടുന്നതെന്ന്. ആക്രമിക്കപ്പെടുന്നത് ചിലരൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഞാൻ അവരെ പറഞ്ഞിട്ടുണ്ട്, അതിന് പകരം അവർ പറയുകയാണെന്ന്. പക്ഷേ അങ്ങനെ ഒന്നും പറയാതെ നമ്മുടെ കൂടെ പഠിച്ചവനും നമ്മളെയൊക്കെ കണ്ടു വളർന്നവനും നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നവനുമൊക്കെ ഒന്നെങ്കിൽ ഒന്നും മിണ്ടാതെ കൂടെ നടന്നവൻ പോലും നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ മൗനം പാലിക്കുകയും പിന്നെ അല്ലെങ്കിൽ എതിർപക്ഷത്ത് പോയി കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ പലപ്പോഴും വിഷമിച്ച് പോകാറുണ്ട്. എന്തായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ചിന്ത എന്നെ ബാധിക്കുകയൊന്നുമില്ല. പക്ഷേ അത് ഇപ്പോൾ ഇന്ന് കണ്ടപ്പോഴാണ് മാറിയത്. ഒന്നും ചെയ്തിട്ടില്ലാത്ത, ഒരു പ്രയാസവുമില്ലാത്ത, ഇവിടെ ആരെയൊന്നും കടം വാങ്ങിച്ചിട്ടില്ലാത്ത, ഇവിടുന്ന് എങ്ങും സംബന്ധം എടുത്തിട്ടില്ലാത്ത ബ്രസീൽ തോറ്റപ്പോഴത്തേക്ക് എന്തുമാതിരി ബഹളവും സന്തോഷവും ആഹ്ലാദവും ഓരോരുത്തർ പ്രകടിപ്പിക്കുന്നത്. എടാ, ജയിക്കുന്ന ടീമിനെ അനുകൂലിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. തോക്കുന്ന ടീമിനെ വീണ്ടും ആ തോറ്റതിൽ സന്തോഷം പ്രകടിപ്പിച്ചും അപഹസിച്ചും എന്തിനാണ് സന്തോഷിക്കുന്നത്? ജയിച്ചവർക്ക് അഭിനന്ദനം പറഞ്ഞാൽ പോരെ. പക്ഷേ അവിടെയാണൊരു പ്രത്യേകത. എന്താണെന്നറിയോ? അവർ കളിക്കുന്നത് ഈ അവിടുത്തെ നെയ്മറിൻ്റെ കൂടല്ല, ഇവിടെ തൊട്ട അയൽപ്പക്കത്തുള്ള ഒരുമിച്ച് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ കാണുന്ന അല്ലെങ്കിൽ മിണ്ടുന്ന അല്ലെങ്കിൽ നാളെ നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ മയ്യത്തി ചുമന്നുകൊണ്ട് പോകേണ്ടത് അല്ലെങ്കിൽ എടുത്ത് ചിതയെ വെക്കേണ്ട, മരിക്കുമ്പോൾ പോസ്റ്റ് ഇടേണ്ടവൻ തമ്മിലാണ് ഈ കളി നടക്കുന്നത്. 2-1 മറ്റോ ആണ് ഹോളണ്ട് ബ്രസീലിനെ തോൽപ്പിച്ചത്. നെയ്മർ വളരെ സങ്കടത്തോടെ കരയുന്ന ചിത്രമൊക്കെ വന്നു, ആര് കണ്ടാലും. കാരണം എത്രയോ നാളത്തെ അധ്വാനമാണ് ബ്രസീലിനിത്, എന്താ പറയുന്നത്, പിന്നെ വല്ലാത്ത ഒരു ശ്വാസം, അവരുടെ എല്ലാ ഗതികേടുകൾക്കും കഷ്ടപ്പാടുകൾക്കും നടുവിൽ അവരുടെ ഒരു ഉത്സവമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അവിടെയാണ് ക്വാർട്ടറിൽ പോലും കടക്കാനൊക്കാതെ പരാജയപ്പെട്ടു പോകുന്നത്. ദയനീയ പരാജയം. ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പെനാൽറ്റി മിസ്സാക്കിയിട്ടില്ല, പക്ഷേ അവർക്ക് പെനാൽറ്റി മിസ്സായി. ആ സന്ദർഭത്തിൽ പോലും ഈ ബഹളമാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സവിശേഷമായ സംഗതിയാണ്. മലയാളികളുടെ ഈ സവിശേഷമായ സംഗതി അത് മറ്റാർക്കും ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോൾ വന്യമൃഗജീവികളും മനുഷ്യനും തമ്മിലുള്ള എൻകൗണ്ടറിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷിബു സാറിൻ്റെ വകുപ്പ് എന്നും വാർത്തയുണ്ടല്ലോ, കാട്ടാന ഇറങ്ങി എന്നും പറഞ്ഞ്. എന്തിനാണ് അതിന് വാർത്ത കൊടുക്കുന്നത്? ഒരു കാട്ടാനയല്ലേ വല്ലപ്പോഴും ഇറങ്ങുന്നുള്ളൂ. ഇത് മുഴുവൻ കാട്ടാനകളുടെയും ഹിംസജന്തുക്കളുടെയും നടുവിലൂടെയല്ലേ മനുഷ്യനെന്ന് പറയുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ചു പോരുന്നത്. ഇപ്പോൾ കാട്ടാനകളും മൃഗങ്ങളും ആക്രമിച്ച മനുഷ്യരുടെ എണ്ണത്തെക്കാൾ എത്രയോ ആളുകളെ മനുഷ്യനെ ആക്രമിച്ചു കൊന്നിട്ടുണ്ടാവും. അത് കത്തിക്കുത്തിലൂടെയും രാഷ്ട്രീയ കൊലപാതകത്തിലൂടെയും അല്ല. നിങ്ങൾക്കറിയോ, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളിൽ ഒരു 90% ആത്മഹത്യയും ആളുകൾ മരിക്കുന്നത് ഈ ചുറ്റുപാടുമുള്ള ബന്ധുക്കളെയും അയലത്തുകാരെയും സ്വന്തം സമുദായക്കാരെയും ഒക്കെ അവരുടെ കുത്തുവാക്കുകൾ ഭയന്നോ അല്ലെങ്കിൽ അപമാനം കേട്ടോ അല്ലെങ്കിൽ ചതിയിൽപ്പെട്ടോ ആണെന്നുള്ളതാണ് സത്യം. സത്യമല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ എത്രയോ ഭേദമാണ്. അത് നാട്ടിൽ ഭക്ഷണം കിട്ടാത്തതിന് വരുന്നു, അതിൻ്റെ വഴിയെ വരുന്നവരെ അത് ആക്രമിക്കാൻ വരികയാണെന്ന് പറഞ്ഞ് തിരിച്ചാക്രമിക്കുന്നു. ചിലത് ഭക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നു, അതിനപ്പുറത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെയ്യുന്നില്ലല്ലോ.
ഒരാനയ്ക്കും ഒരു മുയലിനെ കാണുമ്പോൾ മുയൽ മുഖ്യമന്ത്രിയായെന്നും പറഞ്ഞൊരു ആനയും ചവിട്ടിക്കൊല്ലുന്നില്ല, അല്ലെങ്കിൽ മുയൽ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞൊരു മൃഗവും ചവിട്ടിക്കൊല്ലുന്നില്ല, അല്ലെങ്കിൽ മുയലിന് സൗന്ദര്യം ഉണ്ടെന്നും പറഞ്ഞ് ഒരു കടുവയും അതിനെ ആക്രമിക്കുന്നില്ല. വിശപ്പിൻ്റെ ഭക്ഷണമായതുകൊണ്ട് പിടിച്ചു തിന്നു പോവുക. നമ്മൾ മത്സ്യം കഴിക്കുന്നത് മത്സ്യത്തിനോട് എന്തെങ്കിലും കെറുവുള്ളതുകൊണ്ടാണോ? അല്ല, നമ്മുടെ വിശപ്പിനുള്ള ഭക്ഷണം അതായതുകൊണ്ട് നമ്മൾ മത്തി കഴിക്കുന്നു, അയില കഴിക്കുന്നു. അല്ലാതെ മത്തി കുടുംബത്തിൽ നിന്ന് നമ്മളെയൊന്നും ചതിച്ചിട്ടല്ല. പക്ഷേ മനുഷ്യൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിൻ്റെ പേരിലാണ് കൊല്ലുന്നത്? അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലോ ഒരു ആക്രമിക്കലോ ഒരു ചതിയോ വഞ്ചനയോ ഇല്ലായിരുന്നെങ്കിൽ എത്രയോ മനുഷ്യരും എത്രയോ കുടുംബവും ആരോഗ്യത്തോടെ ജീവിച്ചേനെ. അപ്പോൾ സത്യത്തിൽ ഈ നാട്ടുമൃഗങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് കാട്ടുമൃഗങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഷിബു സാറേ, അവരിടയ്ക്കിടയ്ക്ക് നാട്ടിൽ ഇറങ്ങട്ടെ. യഥാർത്ഥത്തിൽ അവരാണ് കുറച്ചുകൂടി നാട്ടിൽ ജീവിക്കാൻ ഭേദപ്പെട്ടവർ, ഈ നാട്ടിൽ കാണുന്ന പല ആളുകളെക്കാളും. ഞാൻ ഇന്നത്തെ സന്തോഷം കണ്ട് ഓർത്തു പോയത്, ചിലർ 2-3 പോസ്റ്റൊക്കെ അങ്ങ് ഇട്ടേക്കുക, എവിടെറാ നെയ്മർ എന്നൊക്കെ പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ നെയ്മർ എന്തോ പുള്ളിയോട് വന്ന് കാശ് കടം വാങ്ങിച്ചതുപോലുള്ള വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. വേറൊന്നുമില്ല, സംഗതി ഇത്രയേ ഉള്ളൂ. ബ്രസീലിനെ പിന്തുണച്ച ആരൊക്കെയോ മനുഷ്യർ ഇവരുടെ ശത്രുവാണ്. അതുകൊണ്ട് ഇങ്ങനെ ആക്രമിച്ച് അവനെ മുറിവേൽപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ വിനോദം.